എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ചരിത്രത്താളുകളിൽ ഇന്ത്യയുടെ 2026 T20 ലോകകപ്പ് വിജയം സുവർണലിപികളിൽ എഴുതപ്പെടുമ്പോൾ സ്കോർ ബോർഡിലെ അക്കങ്ങൾക്കും ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത ആഘോഷങ്ങൾക്കുമപ്പുറം ലോകം കാണാതെ പോയ അഥവാ ആരും അധികം സംസാരിക്കാത്ത ഒരു വലിയ സത്യം അഹമ്മദാബാദിലെ മൈതാനത്ത് അരങ്ങേറിയിരുന്നു. ക്രിക്കറ്റ് ലോകം ഇന്നുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത കോടിക്കണക്കിന് ആരാധകരുടെ നെഞ്ചു പിളർകുകയും കണ്ണ് നനയിക്കുകയും ചെയ്ത ഒരു അപൂർവ സാഹോദര്യത്തിന്റെ അവിശ്വസനീയമായ ത്യാഗത്തിന്റെ കഥ. ഒരു ലോകകപ്പ് ഫൈനലിന്റെ സകല സമ്മർദ്ദങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ബൌളർ തന്റെ കരിയറിലെ ഏറ്റവും വലിയ പുരസ്കാരം ഒരു മലയാളി താരത്തിന്റെ കൈകളിലേക്ക് യാതൊരു സങ്കോചവുമില്ലാതെ വച്ചുകൊടുത്തപ്പോൾ ശരിക്കും ആ നിമിഷം അവിടെ സംഭവിച്ചത് ശരിക്കും മിസ്രിയായിരുന്നു. തന്റെ മാന്ത്രിക വിരലുകളിലൂടെ മത്സരത്തിന്റെ ഗതി മാറ്റിയ ലോക 1-ാം നമ്പർ ബൌളർ സാക്ഷാൽ ജസ്പ്രീത് ബുംറയുടെ പേര് ICC അവതാരകൾ പ്രഖ്യാപിച്ചപ്പോൾ ആവേശത്താൽ 1.5 ലക്ഷത്തോളം വരുന്ന കാണികൾ എഴുന്നേറ്റുനിന്ന് കൈയടിച്ചു. 4 ഓവറിൽ വെറും 15 റൺസ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റുകൾ പിഴുതെടുത്ത ആ അസാധാരണ സ്പെല്ലിന് ഇതിലും വലിയൊരു അംഗീകാരം ലഭിക്കാനില്ല. എന്നാൽ തന്റെ പതിവ് ശാന്തമായ പുഞ്ചിരിയോടെ വേദിയിലെത്തി ആ സുവർണ ട്രോഫിയും ചെക്കും ഏറ്റുവാങ്ങിയ ബുംറ മൈക്ക് കൈയിലെടുത്തപ്പോൾ ചെയ്തത് കോടിക്കണക്കിന് ക്രിക്കറ്റ് ആരാധകരെയും അവിടെയുണ്ടായിരുന്ന ഇതിഹാസ താരങ്ങളെയും അമ്പരപ്പിച്ചു കളഞ്ഞു. വിനയം നിറഞ്ഞ എന്നാൽ ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ നിറഞ്ഞ തൊണ്ടയോടെ ബുംറ പറഞ്ഞു, "ഈ വലിയ വേദിയിൽ ഞാൻ ദൈവത്തോടും എന്റെ ടീമിനോടും നന്ദി പറയുന്നു. ലോകകപ്പ് ഫൈനൽ പോലൊരു വേദിയിൽ ഈ നേട്ടം ഏതൊരു ബൌളറുടെയും സ്വപ്നമാണ്. എന്നാൽ എന്റെ മനസാക്ഷിയുടെ ശബ്ദമായ ഒരു സത്യം എനിക്കിന്ന് ലോകത്തോട് വിളിച്ചു പറയണം. ഇന്ന് ഇന്ത്യ പടുത്തുയർത്തിയ വിജയത്തിന്റെ ഈ വലിയ കോട്ടയിലെ ആദ്യത്തെ ഇഷ്ടിക വെച്ചത് ഞാനല്ല. നമ്മൾ ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ അഭിഷേക് ശർമ്മ പുറത്തായതിനു ശേഷം കടുത്ത സമ്മർദ്ദത്തിൽ ടീം ഇന്ത്യ പതറിയപ്പോൾ ന്യൂസിലൻഡ് ബൌളർമാരുടെ തന്ത്രങ്ങളെല്ലാം തകർത്തെറിഞ്ഞ് ക്രീസിൽ അവതരിച്ച ഒരു രക്ഷകനുണ്ട്. 46 പന്തുകളിൽ നിന്ന് 89 റൺസ് എന്ന കൊടുങ്കാറ്റായി മാറിയ ആ ധീരനായ പോരാളി ടീം ഇന്ത്യയുടെ യഥാർത്ഥ പ്രതിസന്ധി ഘട്ടത്തിലെ നായകൻ മറ്റാരുമല്ല, അത് സഞ്ജു സാംസണാണ്." ഇത്രയും പറഞ്ഞുകൊണ്ട് ബുംറ ചെയ്ത ആ അവിശ്വസനീയമായ പ്രവൃത്തി സ്റ്റേഡിയത്തിലുള്ളവരുടെയും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകരുടെയും രോമാഞ്ചമുണർത്തുകയും കണ്ണുകൾ ഈരനണിയിക്കുകയും ചെയ്തു. വിലയേറിയ ആ മാൻ ഓഫ് ദ മാച്ച് ട്രോഫിയുമായി ബുംറ വേദിയുടെ പടവുകളിറങ്ങി. എന്നിട്ട് യാതൊരു സങ്കോചവുമില്ലാതെ ടീം അംഗങ്ങൾക്കൊപ്പം വിജയം ആഘോഷിക്കുകയായിരുന്ന സഞ്ജു സാംസന്റെ അടുത്തേക്ക് നടന്നുചെന്നു. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് സഞ്ജുവിന്റെ കൈ പിടിച്ച് 1.25 ലക്ഷം കാണികളെ സാക്ഷിയാക്കി ആ പ്രകാശപൂരിതമായ വേദിയിലേക്ക് അദ്ദേഹത്തെ വലിച്ചുകൊണ്ടുവന്ന് ബുംറ തന്റെ ചരിത്രപ്രധാനമായ ട്രോഫി സഞ്ജുവിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. സഞ്ജുവിനെ മാറോടണച്ചുകൊണ്ട് ബുംറ വീണ്ടും മൈക്കിലൂടെ വികാരാധീനനായി ലോകത്തോട് വിളിച്ചു പറഞ്ഞു, "സഞ്ജുവിന്റെ ആ 89 റൺസാണ് എനിക്ക് ഒരു പേടിയുമില്ലാതെ പന്തെറിയാനുള്ള മാനസിക ധൈര്യം നൽകിയത്. 255 റൺസ് എന്ന ആ വലിയ ഹിമാലയം സഞ്ജു പടുത്തുയർത്തിയില്ലായിരുന്നെങ്കിൽ എന്റെ ഈ 4 വിക്കറ്റുകൾക്ക് യാതൊരു വിലയും ഉണ്ടാകില്ലായിരുന്നു. ഒരു ബൌളർക്ക് തന്റെ പൂർണ്ണശേഷിയിൽ പന്തെറിയാനാകുന്നത് സ്കോർ ബോർഡിൽ ഇത്രയും വലിയൊരു റൺമലയുള്ളപ്പോഴാണ്. 140 കോടി ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയ സഞ്ജുവാണ് ഈ ട്രോഫിയുടെ യഥാർത്ഥവും ഏകവുമായ അവകാശി. ഈ വിജയം സഞ്ജുവിന്റേതാണ്." വികാരങ്ങളെ എപ്പോഴും അടക്കി നിർത്താറുള്ള സഞ്ജുവിന്റെ നിയന്ത്രണം അപ്പോൾ നഷ്ടപ്പെട്ടു. സന്തോഷാശ്രുക്കളോടെ അദ്ദേഹം ബുംറയെ മുറുകെ കെട്ടിപ്പിടിച്ചു. കോടിക്കണക്കിന് ഹൃദയങ്ങളെ കൂട്ടിയിണക്കിയ ഒരാലിംഗനമായിരുന്നു അത്. ആ ദൃശ്യം കണ്ട് ഡഗൌട്ടിലിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നെടുന്തൂണുകളായ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും കണ്ണുകൾ അഭിമാനത്താൽ നിറഞ്ഞു തുളുമ്പി. തങ്ങൾ പടുത്തുയർത്തിയ പുതിയ ഇന്ത്യ എത്രത്തോളം മഹത്തരമായി മാറിയിരിക്കുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു. കമന്ററി ബോക്സിലിരുന്ന മുൻ കോച്ച് രവി ശാസ്ത്രി തന്റെ ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ ആവേശത്തോടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, "ഇതാണ് പുതിയ ഇന്ത്യ. വ്യക്തിപരമായ റെക്കോർഡുകൾക്കോ സ്വന്തം പുരസ്കാരങ്ങൾക്കോ വേണ്ടിയല്ല, മറിച്ച് സഹതാരത്തിന്റെ വിയർപ്പിനും കഠിനാധ്വാനത്തിനും വില കൽപ്പിക്കുന്ന പരസ്പര ബഹുമാനത്തിനു വേണ്ടി കളിക്കുന്ന പുതിയ തലമുറ." ജസ്പ്രീത് ബുംറ വെറുമൊരു മാരക ബൌളർ മാത്രമല്ല, അതിശയകരമായ ഒരു മനുഷ്യൻ കൂടിയാണെന്ന് ലോകം ഇന്ന് കണ്ടു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഈ കൊടുങ്കാറ്റിനു മുന്നിൽ പകച്ചുപോയ ന്യൂസിലൻഡിന്റെ വെറ്ററൻ ബൌളർ ടിം സൗഥി പോലും ഒടുവിൽ സമ്മതിച്ചു, "തോൽവിയിൽ സങ്കടമുണ്ട്, പക്ഷേ ഇന്ത്യയുടെ മഹത്വം അംഗീകരിച്ചേ മതിയാകൂ. സഞ്ജുവിന്റെ ആ ബാറ്റിംഗ് ഞങ്ങൾക്ക് ശ്വാസം വിടാൻ പോലും സമയം നൽകിയില്ല." അതേ സുഹൃത്തുക്കളെ, ബുംറ എന്ന അസാധാരണ മനുഷ്യന്റെ ഈ വലിയ മനസ്സ് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ സുവർണലിപികളിൽ സാഹോദര്യത്തിന്റെയും ത്യാഗത്തിന്റെയും ഏറ്റവും വലിയ ഉദാഹരണമായി എന്നെന്നും എഴുതപ്പെടും. എന്തായാലും നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഈ വിജയത്തിന്റെ യഥാർത്ഥ ഹീറോ സഞ്ജുവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബുംറയുടെ ഈ മഹത്തായ പ്രവൃത്തിക്ക് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി കമന്റ് ബോക്സിൽ "ബുംറ ഈസ് എ ലെജൻഡ്" എന്ന് കുറിക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.